இந்த டைம் டபுள் த எக்ஸ்ட்ராவாக இருந்துச்சு. அது ஸோ ரொம்ப ஹாப்பி. ஃபர்ஸ்ட் டே ஃபர்ஸ்ட் ஷோ பார்த்தது, ஆஃப்டர் அந்த ப்ராப்ளம்லாம் ரிசால்வ் ஆகி பார்த்தது ரொம்ப ரொம்ப ഹാപ്പിயாக ഇരുந்துச்சு. നൈറ്റ് ഷോട്ട്സ് ഒക്കെ നൈസായിട്ട് കൊണ്ടുപോയി. ആ കഥ തുടങ്ങി അവസാനിക്കുന്ന രീതി അടിപൊളിയാണ്. തുടങ്ങിയ അവസാനം നല്ല നല്ല സീൻസ് ഉണ്ടായിരുന്നു. വിക്രം സാറിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ സുരേഷിൻ്റെ പെർഫോമൻസ് രക്ഷയില്ലായിരുന്നു. പിന്നെ എസ് ജെ സൂര്യ പുള്ളിയും ആ റോള് നല്ലപോലെ ചെയ്തു. പിന്നെ നായികയായിട്ട് അഭിനയിച്ച പെണ്ണും കൊള്ളായിരുന്നു. கண்ணன் அது வந்துட்டு எங்களுக்கு கொஞ்சம் புதுசாக இருந்தது. தமிழில் யூஸ்வலி பார்த்து ஒரு மலையாளி வந்து ஒரு வில்லன் கேரக்டர் பண்ணும்போது ஃபஸ்ட்டு நான் எக்ஸ்பெக்ட் பண்ணலை இந்த அளவுக்கு நல்லா இருக்கும், அந்த பர்ஃபெக்டாக இருக்கும் அந்த கேரக்டருக்கு அப்படின்னு எக்ஸ்பெக்ட் பண்ணலை. பட் வேறு மாதிரி இருந்தது. அப்சல்யூட் சூட்டாக இருந்துச்சு. அந்த கேரக்டர் പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. വിക്രം നല്ല പെർഫോമൻസ് ആയിരുന്നു. സുരാജ് കൊള്ളാം. മൊത്തത്തിൽ നല്ലതായിരുന്നു. നല്ല എൻജോയ് ചെയ്തു. നല്ല ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. ஸோ நெக்ஸ்ட் பார்ட் வெயிட் பண்ணிட்டு இருக்கோம். ஸோ அதில் தான் தெரியும் ப்ரீவியஸாக என்ன நடந்துச்சு அப்படின்னு சொல்லிட்டு. ஸோ அதுக்கு தான் வெயிட் பண்ணேன். പടം വൈകി രാവിലെ തൊട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും വന്ന രീതിയിൽ ടൈം കറക്റ്റ് ആയിരുന്നു. കാരണം ഒരു സിംഗിൾ നൈറ്റ് പറയുന്ന കഥ നൈറ്റ് തന്നെ റിലീസ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഒരു വൈബായിരുന്നു. സുരാജ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തമിഴൊക്കെ പറയുന്നതിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. പുള്ളി മലയാളി പറയുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. തിയേറ്റർ വാച്ചുള്ള ഐറ്റം തന്നെയാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കുന്ന ത്രില്ലർ സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. കൈദിയടക്ക പോലെ ഒരു ലെവൽ ഐറ്റം എന്ന് തന്നെ പറയാം. ഫുള്ള് നൈറ്റ് ഷോട്ടുകളാണ് ചെയ്തേക്കുന്നത്. ഒരു 95% നൈറ്റ് ഷോട്ടുകളാണ്. നമ്മളൊരു നടനെ ഒരു ക്യാരക്ടറെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. അതിലൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വിക്രത്തിൻ്റെ മേക്ക് ചെയ്തേക്കുന്നത്. നടപ്പ്, സംസാരം, ഡയലോഗ് ഡെലിവറിയൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്തോ വലിയൊരു സംഭവം കരുതി വെച്ചേക്കുന്നുണ്ട് നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലാണ് ക്യാരക്ടറെ കൊണ്ട് നിർത്തിയേക്കുന്നത്. എസ് ജെ സൂര്യ ആണെങ്കിലും സുരാജ് ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ് സൂര്യയുടെ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് സുരാജ് തമിഴിലോട്ട് വരുമ്പോൾ ആ ഒരു തമിഴിൻ്റെ റേഞ്ച് പിടിച്ചിട്ടുണ്ട് ക്യാരക്ടറിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടത്തിൻ്റെ മേക്കിംഗ് ആണ്. ചിറ്റ എന്ന് പറയുന്ന മൂവി ഡയറക്റ്റ് ചെയ്ത പുള്ളിയുടെ ഫിലിമാണിത്. അത് സൂപ്പർ പടമായിരുന്നു. അതുപോലെ തന്നെ ഇത് സൂപ്പർ പടമാണ്. അപ്പം ഏത് ജോണറിലുള്ള ഇഷ്ടമുള്ളവർക്കും തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം. പടം തന്നെയാണ് ഈ പടം എന്ന് പറയുന്നില്ല. അപ്പം തിയേറ്റർ വാച്ചുകൾ ഐറ്റമാണ്. ഒരു നഷ്ടം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് വിക്രത്തിൻ്റെ ഒരുപാട് പടം കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ആടുകളം അല്ലെങ്കിൽ കണ്ണൻ, ധനുഷിൻ്റെ ഫിലിംസ് പോലെയുള്ളത് ഇപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴും അങ്ങനെ കൊണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് ടോട്ടൽ ഡിഫറെൻറ്റ് മേക്കിംഗ് ആണ് ഈ പടത്തിന് കൊണ്ട്. അതാണ് എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കുന്നത്. ഒരു നായകനെ ഭയങ്കര അസാധ്യവൽക്കരിച്ച് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതൊട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടാണ് പോണത്. അത് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. സൂപ്പർ മൂവിയാണ്. തിയേറ്റർ വാച്ചുള്ള ഐറ്റം തന്നെയാണ്. മസ്റ്റ് വാച്ച്.